എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ എടാ എടാ എവിടെ പോണ? ചാവാൻ പോണ്. ചാവാൻ പോണ? ബോ അതൊക്കെ കുറെ കാലത്തിന് മുമ്പേ ചെയ്യേണ്ട കാര്യമായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ചത്തോട്ട് പോവാ. നിങ്ങൾക്കൊന്നും പരാതിയും പരിഭവമൊന്നുമില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ചാവാൻ പോണേ? തൂങ്ങി ചാവാൻ പോണ? ആറ്റി ചാടി ചാവാൻ പോണ? മാമ എന്നെ താമസിക്കൂല. മാമ താമസിക്കൂല. ആര് താമസിക്കൂല? അന്ന് എന്നെ ജീവിക്കാൻ താമസിക്കൂല മാമ. എന്റെ പമ്പറന്നാര്. എടാ എടാ എന്ന് നീ നിന്റെ ഭാര്യയും കുറ്റം പറഞ്ഞ് നാട്ടുകാരുടെ ഇടയിൽ വെറും കോമാളി ആവണം എന്തെന്നടാ? ഞാൻ കോമാളി ആവണല്ലോ. പിന്നെ ആര് നിന്നെ കോമാളി ആക്കണതാ? എന്റെ പെമ്പറന്നാരല്ലേ എന്നെ കോമാളി ആക്കണത്. എന്തിനാണ് ഇപ്പൊ കോമാളി ആക്കിയത്? നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞവള്, വീട്ടുകാരുടെ അടുത്തും പറഞ്ഞു മാമ. എന്തിനെന്ന് പറഞ്ഞേ? എനിക്കൊരു പെണ്ണുമായിട്ട് പ്രേമം വന്നു. എടേ 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 അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നിന്നെ ആരടാ പ്രാമിക്കുന്നത്? അവള് പറയണ വെച്ചാൽ എനിക്കൊരാളുമായിട്ട് പ്രേമമാണെന്നു. ആ ആ ആ ഇതാര് പറഞ്ഞ്? എപ്പോൾ പറഞ്ഞ്? എൻ്റെ പെമ്പറന്നാര് അവളെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞേ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞേ എനിക്കിപ്പോൾ വെളിയിറങ്ങി നടക്കാൻ പറ്റില്ല. ഞാൻ മുണ്ടിട്ടുണ്ടാണ് നടക്കണം, അറിയാമോ? ആ ആ ആ ആ ഈ മുണ്ട് തന്നെ ഊരി തലയിടുന്നത്? അല്ല, ഞാൻ തോർത്ത്. ആ അടിയിൽ വല്ലതും ഇടാൻ മറക്കരുത്. ആമാ, നിങ്ങളെ എരുതിയിൽ എണ്ണ ഒഴിക്കില്ലാമോ? ഞാൻ നീറിയിരിക്കണോ അമ്മ? എന്നെ വെറുതെ വിഷമിപ്പിക്കില്ലാമോ? ഞാൻ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ചാവാൻ പോണത്. നിങ്ങൾ എന്നെ വിടി. എടാ എടാ ഇപ്പം എന്തിനാണ് കൃത്യമായിട്ടുള്ള കാര്യമെന്ന് പറ. അതായത് എൻ്റെ പെമ്പറന്നാര് പറഞ്ഞ എനിക്കൊരു പെണ്ണുമായിട്ട് പ്രേമം വന്നു. പലരും അവളത്തെ പറഞ്ഞെന്ന്. ഞാൻ ഇപ്പം നമ്മളെ മുക്കിലെ അപ്പുവാമയില്ലേ തുണിക്കട ഇട്ടേക്കണേ? ഓ ജോളി കട അപ്പു. അവിടെ പോയി ഇവക്കൊരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്തെന്ന്. ഞാൻ പ്രേമിക്കണ പെണ്ണിന്. ഞാനും എൻ്റെ മാമനും കൂടെ കാര്യം പറയുമ്പോൾ നിങ്ങളെന്തിനും ഇവിടെ നിൽക്കണം? നിങ്ങൾ പോയി എൻ്റെ കഥ കേൾക്കാൻ വേണ്ടി നിൽക്കണത്. എടാ എടാ പാവോടാ, ചില ആളുകൾക്ക് അങ്ങനെയാണ്. കണ്ടവൻ്റെ നുണ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പോട്ടെ, ഇവളിതെങ്ങനെ അറിഞ്ഞേ? അവളത്തെ ആരോ പറഞ്ഞെന്ന്. ആ പറയാൻ വേണ്ടി ഒരുപാട് കട കാണുമല്ലേ. അങ്ങനെ ഇവള് നേരെ അപ്പു അവൻ്റെ കടയിൽ പോയി. അതെന്തന്നെടാ അപ്പുവിൻ്റെ കടയിൽ പോയത്? മാമ അവിടെ നിന്നല്ലേ ഞാൻ ചുരിദാർ വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞത്? അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ CCTV വെച്ചിട്ടുണ്ട്. ഓ ഓ ഓ ഓ ആ CCTV ദൃശ്യം വേണമെന്ന് പറഞ്ഞാണ് ഇവള് പോയത്. ആ ആ അപ്പൊ അപ്പു എന്ത് പറഞ്ഞ? അപ്പു മാമൻ പറഞ്ഞ് 6 മാസമായിട്ട് ഈ CCTV വർക്ക് ചെയ്യണില്ല, അതുകൊണ്ട് അത് ദൃശ്യമില്ല എന്ന് പറഞ്ഞു. ഇവള് നേരെ ഇറങ്ങി പോയത് എവിടെ? എവിടെടാ എവിടെ? മാമ ഈ തുണിക്കടയുടെ നേരെയുള്ള മറ്റേ സാനിറ്ററി കടയിലെ സുരേഷിന്റെ. ഓ ബാലൻപിള്ളയുടെ മോൻ സുരേഷ്. ഓ അതെന്തെങ്കിലും നോട്ടേക്ക് അവിടെ പോയത്? എന്റെ മാമ അവിടെ CCTV ഇല്ലേ? ആ അവിടെ 4-5 ക്യാമറ ഉണ്ടടാ. കാണിച്ചിട്ടുണ്ടോ? ആ ഈ ഏരിയ മൊത്തം പിടിച്ചെടുക്കും. അപ്പൊ എല്ലാം പതിഞ്ഞു കാണോ മാമ? ഈ ജൗളി കട അപ്പുവിന്റെ കടയെ അതിൽ പതിയും. അയ്യോ. അപ്പൊ ഇവള് പറഞ്ഞ് ചേട്ടാ സുരേഷ് അവിടുത്തെ CCTV ദൃശ്യം തരുമെന്ന് ചോദിച്ചു. അപ്പൊ സുരേഷ് തന്നെ പറഞ്ഞു. സുരേഷ് ചോദിച്ചു എന്തിനു ചോദിച്ചു കാര്യമെന്ന് വെച്ചു. എന്റെ ഭർത്താവ് ഒരു പെണ്ണിനെ കൊണ്ട് കറങ്ങാനായിട്ട് പലരും പറഞ്ഞു അതിന്റെ ദൃശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിച്ചു അവിടെ ദൃശ്യം തരാക്കൂല, അതൊക്കെ ശരിയാവാത്ത കേസെന്ന് പറഞ്ഞു. അങ്ങനെ ആര് വന്ന് ചോദിച്ചാലും ആരും അങ്ങനെ ദൃശ്യങ്ങളൊന്നും കൊടുക്കൂല. തന്നെല്ലാം അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ഇവക്ക് എത്ര വിവരമുണ്ട്? അത് ചോദിച്ചാലും ആരും കൊടുക്കൂല. കൊടുക്കാൻ പാടില്ലാമാ. എന്നിട്ട് സുരേഷ് പറഞ്ഞു ചേച്ചി നിങ്ങളൊരു കാര്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു പരാതി കൊടുക്കും. അവൻ പറഞ്ഞത് ന്യായമായിട്ടുള്ള കാര്യം. അപ്പൊ ഇവള് പറഞ്ഞു എന്റെ ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നേ? തോമാ എടാ ആ പെണ്ണിന് നീ എന്ന് കേട്ടാ ഉയരാണ്. ഭയങ്കര സ്നേഹമാണ് അവൾക്ക് നിന്റെ കൂടെ. ഓ ഉയര് സ്നേഹം. എന്റെ പൊന്നു മാമ ഇതൊക്കെ പ്രഹസനം മാമ. ഇവള് ഭയങ്കര ഷോയാണ്. ഷോ. എടാ അതൊക്കെ നിനക്കൊക്കെ തോന്നുന്നത്. അപ്പൊ സുരേഷ് പറഞ്ഞു ചേച്ചി എളുപ്പം ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടാന്ന് ചോദിച്ചു. ചേച്ചിയുടെ ഭർത്താവ് പ്രേമിക്കണ ആ പെണ്ണിനെ താലി കെട്ടാൻ പറയണം. കെട്ടിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവരാൻ പറയണം. എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഒരു വീട്ടിൽ ഒന്നിച്ച് കഴിഞ്ഞൂടെ എന്ന് ചോദിച്ചു. അവ എന്ത് ന്യായമായിട്ടുള്ള കാര്യം മാമ പറഞ്ഞത്? ന്യായമായിട്ടുള്ള കാര്യം തന്നെടാ. മാമന് സമ്മതിച്ച? നിനക്ക് എന്തൊക്കെ തോന്നുന്നു? നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതം തന്നെ. എനിക്ക് പാടാ എന്റെ കൈ വാക്കിന്ന്. ഇനിയിപ്പോ CCTV ദൃശ്യമല്ലേ കിട്ടുമോ മാമ? അങ്ങനെ ആരും കൊടുക്കൂല. അഥവാ കിട്ടിയ അഥവാ കൊടുത്ത പല വീട്ടിലുള്ള നാഥന്മാരും വീട്ടിന്റെ വെളിയിലാവും. അതോ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? എന്തിനു പറയാൻ, ചിലപ്പം മാമന്മാരെ വെളിയിലാവോടാ. എന്റെ ഭാര്യ അച്ഛനാ? നിന്റെ ഭാര്യയുടെ അച്ഛനല്ല, പിന്നെ ഈ നിൽക്കുന്ന കരിക്കകം കമലാസന മാമന്മാരെ വെളിയിലാവും. എന്തിനോമോ? കമലാസന മാമന്മാരെ ചിലപ്പോ വീട്ടിൽ നിന്ന് വെളിയിലാവുമെന്ന് തന്നെ. വാ